നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലാണല്ലോ. പക്ഷേ ഇപ്പോൾ നടക്കുന്ന തരത്തിലുള്ള ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. 2025 മുതൽ 32 ടീമുകൾ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ വേൾഡ് കപ്പാണ് വരിക. അപ്പോൾ അടുത്ത വർഷമോ 2024 ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് എന്ന പേരിൽ ഒരു ടൂർണമെൻറ്റ് ഉണ്ടാകും. അതിൽ യുവേഫയുടെ ടീം നേരിട്ട് ഫൈനലിലെത്തും. മറ്റ് ടീമുകൾ പ്ലേ ഓഫിലൂടെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിലൂടെ ഫൈനലിന് യോഗ്യത ഉറപ്പാക്കി ഫൈനൽ കളിക്കും എന്നാണ് ഇന്നലെ ഇൻഫാൻറ്റിനോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്ലേ ഓഫ് ഡിസംബർ 14 2024 ഡിസംബർ 14 ഫൈനൽ ഡിസംബർ 18 ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോഴത്തെ തരത്തിലുള്ള 7 മത്സരങ്ങളുള്ള ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വർഷം ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ്, പിന്നെ 2025 32 ടീമുകളുള്ള ബൃഹത്തായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ്. അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നടക്കുക. എന്നാൽ ഇതിനോട് കടുത്ത എതിർപ്പാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റ് ക്ലബ്ബുകളും ലീഗുകളും ഒക്കെ ഇതിൽ അൺഹാപ്പിയാണ് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. ഫിഫ്പ്രോ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പ്രതികരണം തന്നെ നടത്തിയിട്ടുണ്ട്. അതിലവർ പറയുന്നത് താരങ്ങൾക്ക് ആവശ്യത്തിലുള്ള റെസ്റ്റും മറ്റും ഒന്നും കൊടുക്കാതെയാണ് ഈ ഒരു വേൾഡ് കപ്പ് നിങ്ങൾ നടത്താൻ പോകുന്നത് എന്നാണ്. നമുക്കറിയാം, സാധാരണ ഇതിൽ യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിൽ അവരുടെ ലീഗ് അവസാനിക്കുക മെയ് മാസത്തിലായിരിക്കും. അപ്പോൾ മെയ് മാസം കഴിഞ്ഞ് നേരെ താരങ്ങൾക്ക് റെസ്റ്റിൻ്റെ സമയമാണ് പിന്നെ ജൂൺ ജൂലൈ ഒക്കെ നമുക്കറിയാമത്. പക്ഷേ ആ ഘട്ടത്തിൽ ജൂണിലും ജൂലൈയിലും വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കേണ്ടി വരുന്നു. അപ്പോൾ ചോദിക്കും, ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഫിഫ വേൾഡ് കപ്പ് അങ്ങനെയല്ലേ നടത്തുന്നത്? ശരിയാണ്, അങ്ങനെ തന്നെയാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ മാത്രമാണ് ഡിസംബറിലേക്ക് പോയത്. പക്ഷേ സാധാരണഗതിയിൽ ഈ പറയുന്ന സമയത്ത് തന്നെയാണ് നടത്താറുള്ളത്. ക്ലബ്ബ് വേൾഡ് കപ്പ് ആ സമയത്തേക്ക് വെക്കുമ്പോൾ പക്ഷേ വലിയ രൂപത്തിലുള്ള എതിർപ്പുകൾ വരികയാണ്. ഫിഫ്പ്രോ പറയുന്നത് ഇങ്ങനെ വേൾഡ് കപ്പ് എക്സ്പാൻഡ് ചെയ്യുന്ന രൂപത്തിൽ നടത്തുന്നത് തീർച്ചയായിട്ടും താരങ്ങളുടെ റെസ്റ്റും റിക്കവറി ടൈമും ഒക്കെ കട്ട് ചെയ്യുന്ന രൂപത്തിലാണ്. 2024-25 സീസണിലെ കളി കഴിഞ്ഞ് അധികം സമയം ലഭിക്കാതെ തന്നെ താരങ്ങൾക്ക് വീണ്ടും കളിക്കേണ്ടി വരികയാണ്. പ്ലെയേഴ്സിന് ഒരു 11 മാസത്തെ സീസണിന് ശേഷം ആവശ്യത്തിന് റെസ്റ്റ് ലഭിക്കുന്നില്ല. അടുത്ത സീസണിന് മുമ്പ് അവർക്ക് ഈ വേൾഡ് കപ്പ് കളിക്കേണ്ടി വരുന്നു. ഇത് വലിയ രൂപത്തിലുള്ള മെൻ്റൽ ആൻഡ് ഫിസിക്കൽ പ്രഷർ അവർക്കുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. മെൻ്റൽ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്, ഫിസിക്കൽ ഇഞ്ചുറീസ്, അതുപോലെ തന്നെ എക്സോഷൻ, ഡിമിനിഷ്ഡ് പെർഫോമൻസ്, അതുപോലെ തന്നെ കരിയറിലെ ലോങ്ങിവിറ്റി കുറക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇത് വഴിവെക്കുമെന്ന് ഫിഫ്പ്രോ പറയുന്നു. ഏതായാലും ഫിഫ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് ആയിരിക്കും. അത് USA വെച്ചിട്ട് 2025 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.